തിരുവോസ്തിയായി അൾത്താരയിലണയുമീശുവേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ട് എന്ന പോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കാം. ഇന്ന് ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ ഈശോയെ നമുക്ക് യോഗ്യതയോടെ കൂടെ സ്വീകരിക്കാം. ഇത് ഈ കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കുവാനായിട്ട് കുമ്പസാരിക്കുവാനും ആത്മശോധന ചെയ്യുവാനും എത്രയോ ഒരുക്കത്തോടുകൂടെ ഈശോയെ സ്വീകരിക്കുവാനായിട്ടും ഈശോ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നാളുകളേറെയലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സാന്ത്വനം തേടി, നാളുകളേറെയലഞ്ഞു ഞാനീ ഭൂവിലൊരു നുള്ളു സാന്ത്വനം തേടി. അൾത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടന്റെ യേശു കാത്തിരിക്കും. എനിക്കൾത്താര മാത്രമേ അത്താണിയായുള്ളൂ, അവിടന്റെ യേശു കാത്തിരിക്കും. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശുവേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി അൾത്താരയിലണയുമീശുവേ, സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴുമേ നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നെ
സ്തുതിക്കാൻ ഞാൻ. സ്നേഹപൂർവം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടുത്തേക്ക് കരങ്ങളില്ല. ആശ്വാസവചനങ്ങൾ ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടുത്തേക്ക് നാവുകളില്ല. സ്നേഹാസക്തമായ ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടുത്തേക്ക് ഹൃദയമില്ല. എന്റെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും എന്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. തിരുവോസ്തിയാഴയിലണയുമീശോയേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു. നിന്നിലലിയാൻ ഞാൻ വരുന്നു. തിരുവോസ്തിയായി ഴയിലണയുമീശോയേ, നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു.